വലിയ നോമ്പിലെ മൂന്നാം ഞായറാഴ്ച, ശറിയോ ഞായർ അഥവാ തളർവാദ രോഗിയെ സൗഖ്യമാക്കിയത് അനുസ്മരിക്കുന്ന ഞായർ. വൈരാഗ്യത്തിൽ നിന്നൊഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ നോമ്പനുഷ്ഠിക്കുന്നവന് ഭാഗ്യം. ഭക്ഷണത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഒഴിഞ്ഞ് യോഗ്യമായി നോമ്പനുഷ്ഠിക്കുന്നവൻ പ്രകാശമണവറയിൽ ആനന്ദിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. യേശുവിൻ്റെ പാപമോചന അധികാരം എടുത്തു പറയുന്ന അത്ഭുത രോഗശാന്തിയുടെ സുവിശേഷ ഭാഗമാണിത്. യേശുവിൽ സമാഗതമായ ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് ദൈവജനത്തിന് ലഭ്യമാകുന്ന പാപമോചനവും രോഗശാന്തിയും. ജനത്തിന് പാപമോചനവും രോഗശാന്തിയും സമ്മാനിച്ച ദൈവരാജ്യ ശുശ്രൂഷ യേശുവിന് സമ്മാനിച്ചത് ശത്രുതയും കുരിശുമരണവുമാണ്. ഗലീലി തടാകത്തിൻ്റെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കഫർനാം യേശുവിൻ്റെ ഗലീലി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. യേശുവിൻ്റെ സ്വന്തം പട്ടണം എന്നറിയപ്പെട്ടിരുന്ന കഫർനാമിൽ വീണ്ടും വന്ന് ഒരു വീട്ടിൽ താമസിച്ച് ദൈവരാജ്യ പ്രഘോഷണം നിർവഹിക്കവെയാണ് യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ അത്ഭുതം നടക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാം തിരുവചനം, യേശു കഫർനാമിൽ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു. എന്നിട്ടും അനുതപിക്കാത്ത ഗലീലിയൻ പട്ടണങ്ങളുടെ നിരയിൽ കഫർനാമുണ്ട്. യേശുവുള്ള ഭവനവും നഗരവും സുവിശേഷത്തിൻ്റെ സദ്വാർത്തയാണ്. യേശുവുള്ള ഭവനം ജനശ്രദ്ധ ആകർഷിച്ചു. യേശു ആ ഭവനത്തിലുണ്ടെന്ന വാർത്ത അതിവേഗം പ്രചരിച്ചു. യേശുവിനെ കാണുന്നതിനും കേൾക്കുന്നതിനും യേശു സ്പർശനം ഏറ്റുവാങ്ങുന്നതിനും തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നവരാണ് കഫർനാം നിവാസികൾ. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി എന്നത് യേശുവിലെ നന്മകൾ ജനശ്രദ്ധ കേന്ദ്രമായി എന്നതിന് തെളിവാണ്. തന്നിലേക്ക്
ആകർഷണീയരായ ജനതയോട് യേശുവിന് പറയാനുണ്ടായിരുന്നത് ദൈവരാജ്യ സത്യങ്ങളായിരുന്നു. യേശു സിനഗോഗുകളിൽ മാത്രമല്ല, ഭവനങ്ങളിലും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ പ്രബോധനം ഫരീസയരുടേതിനെയും നിയമജ്ഞരുടേതിനെയും ഉപരിയായിരുന്നു. യേശുവിൻ്റെ പ്രബോധനം ഫരീസയരുടേതിനും നിയമജ്ഞരുടേതിനും ഉപരിയായിരുന്നു. യേശുവിൻ്റെ പാപമോചനാധികാരം ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നുണ്ട്. സംഘർഷ വിവരണങ്ങളിലൂടെ യേശു ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 4 പേർ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു എന്നത് ഒന്ന്, രോഗത്തിൻ്റെ ഗുരുതര അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. 2, രോഗികളെയും പാപമോചനം ആവശ്യമുള്ളവരെയും യേശു സമീപത്തെത്തിക്കണമെന്ന ദൈവ ശുശ്രൂഷയെ അനുസ്മരിപ്പിക്കുന്നു. 3, ജനക്കൂട്ടം ദൈവജന ശുശ്രൂഷയ്ക്ക് പ്രതിബന്ധമല്ല എന്ന സൂചന നൽകുന്നു. 4, മേൽക്കൂര പൊളിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവ ശുശ്രൂഷയ്ക്കായി സ്വീകരിക്കേണ്ട അതിസാഹസികതയെ സൂചിപ്പിക്കുന്നു. 5, ജനക്കൂട്ടവും മേൽക്കൂരയും രോഗിയുടെ നിസ്സഹായതയും ഒന്നും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശു സാമീപ്യത്തിന് തടസ്സങ്ങളല്ല. തളർവാദ രോഗിയെ കിടക്കയോടെ ചുമന്നവർ സ്വീകരിക്കുന്ന ത്യാഗം രോഗശാന്തിക്കായുള്ള തീവ്രമായ അഭിവാഞ്ചയെയും ആഴമായ വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു. സൗഖ്യദായകനായ യേശുവിൻ്റെ പാപമോചന വാക്കുകൾ കിടക്കയും എടുത്ത് പോകാനുള്ള കൽപ്പനയെ അനുസ്മരിപ്പിക്കുന്നു. കിടക്കയും എടുത്ത് രോഗി തിരികെ പോകുന്നത് പരിപൂർണ സൗഖ്യം ലഭ്യമായി എന്ന് വിളിച്ചു പറയുന്നു. പാപമോചനം നൽകുവാനുള്ള യേശുവിൻ്റെ ദൈവിക അധികാരത്തെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ് രോഗസൗഖ്യം. കഫർനാമിൽ യേശു വസിച്ച വീട് പത്രോസിൻ്റെ ഭവനമായിരിക്കണം. യേശുവിനെ സ്വന്തമാക്കിയവരുടെ ഭവനം യേശുവിൻ്റെ ഭവനമാണ്. ഓടിക്കൂടുന്ന ജനതയും വാതിൽക്കൽ പോലും നിൽക്കാനാവാത്ത അവസ്ഥയും യേശുവിൻ്റെ വർദ്ധിച്ച ജനസമിതിയെ സൂചിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനം. യേശുവിൻ്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാം തിരുവചനം. യേശുവിനെ കേൾക്കുന്നതിനായി നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. ജനക്കൂട്ടം നിമിത്തം പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. യേശു തൻ്റെ ജനസ്വാധീനം ഉപയോഗിച്ചത് സുവിശേഷ പ്രഘോഷണത്തിനാണ്. രോഗിക്ക് യേശുവിൻ്റെ സംലഭ്യത ഉറപ്പുവരുത്തുക വിശ്വാസികളായ ആരോഗ്യമുള്ളവരുടെ ഉത്തരവാദിത്വമാണ്. രോഗിയുടെ കിടക്കയ്ക്കരികിലേക്ക് യേശുവിനെ എത്തിക്കുന്നതാണ് രോഗി പരിചരണവും ആതുര സേവന ശുശ്രൂഷയും. ദൈവവചനവും പ്രാർത്ഥനയും രോഗി ലേപനവും വിശുദ്ധ കുർബാനയും ദൈവ ശുശ്രൂഷകരുടെ സാമീപ്യവും രോഗിക്ക് യേശുവിനെ നൽകുന്ന ദൈവരാജ്യ അനുഭവങ്ങളാണ്. രോഗി ശുശ്രൂഷ യേശു ശുശ്രൂഷയാണ്. അതിന് ദൈവരാജ്യത്തിൻ്റെ മാനമുള്ളത് കൊണ്ടാണ് തിരുസഭ ആതുര ശുശ്രൂഷ എന്ന വലിയ വെല്ലുവിളിയെ സ്വീകരിക്കുന്നത്. രോഗീ പരിചരണവും കുഷ്ഠരോഗ ശുശ്രൂഷയും സമൂഹം ഓടിമാറിയ ആതുര ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ആദ്യം പദമൂന്നിയതും ഇന്നും ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് പ്രവർത്തന നിരതരാകുന്നതും ക്രൈസ്തവ മിഷണറിമാരാണ്. തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവരുന്ന 4 പേരുടെ വിശ്വാസവും
ശുശ്രൂഷ സന്നദ്ധതയും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. മറ്റുള്ളവരെ യേശു സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും നയിക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ദൈവരാജ്യ നിർമ്മിതിയിൽ വിലപ്പെട്ടതാണ്. അതിസാഹസികമായി തളർവാദ രോഗിയെ യേശുവിൻ്റെ പക്കലെത്തിക്കുന്ന ഈ 4 പേരുടെ വിശ്വാസം, ഉറച്ച വിശ്വാസം പ്രശംസനീയമാണ്. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിക്ക് സൗഖ്യം നൽകി. അത്ഭുത പ്രവർത്തനത്തിന് വിശ്വാസം അനിവാര്യമാണ്. ഒന്നുകൂടി മനോഹരമായി പറഞ്ഞാൽ, യേശുവിന് പ്രവർത്തിക്കുവാൻ വിശ്വാസം അനിവാര്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാം തിരുവചനം, സിനഗോഗ് അധികാരിയുടെ മകൾ മരിച്ചു എന്നത് കേട്ട യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാം തിരുവചനം, പിശാചു ബാധിച്ച ബാലന്റെ പിതാവ് യേശുവിനോട് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. വിശ്വാസമുള്ളവർക്ക് മാത്രമേ യേശുവിന് തങ്ങളിൽ പ്രവർത്തിക്കുവാൻ തങ്ങളെ തന്നെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാനാവൂ. വിശ്വാസമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കാനാവൂ. വിശ്വാസി സ്വജീവിതത്തിലൂടെ യേശുവിനെ പ്രകാശിപ്പിക്കുന്നു. യേശു തളർവാദ രോഗിയെ മകനെ എന്നാണ് വിളിക്കുന്നത്. ഇവനും അബ്രാഹത്തിൻ്റെ മകനാണ്. രക്ഷ സകലർക്കുമുള്ളതാണെന്ന ധ്വനി ഇത് നൽകുന്നു. കരുണാർദ്രനായ യേശുവിൻ്റെ നിസ്സഹായരായ രോഗികളോടുള്ള മനോഭാവം പ്രതിഫലിപ്പിക്കുന്നതാണ് മകനെ എന്ന അഭിസംബോധന. രോഗി ശുശ്രൂഷ ദൈവം സ്പർശിച്ച മനുഷ്യഹൃദയത്തിൽ നിന്നുയരുന്ന കരുണയുടെ പ്രവാഹമാണ്. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം ദൈവരാജ്യത്തിലെ സൗഖ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ദൈവരാജ്യ ശുശ്രൂഷയിലെ സൗഖ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പാപം മൂലം രോഗമുണ്ടാകാം, എന്നാൽ ഒരുവനുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും അവൻ്റെയോ അവൻ്റെ പൂർവികരുടെയോ പാപത്തിൻ്റെ ഫലമാണെന്ന് യേശു പഠിപ്പിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം തിരുവചനം, ജന്മനാ അന്ധനായ മനുഷ്യൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് എന്ന ശിഷ്യരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പാപമോചനം ദൈവത്തോടുള്ള അനുരഞ്ജനമാണ്, രക്ഷയിലേക്കുള്ള പുനഃപ്രവേശനമാണ്. പാപം മോചിക്കുന്നതിലൂടെ ദൈവം ഒരുവനെ തൻ്റെ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. രക്ഷാകര യുഗത്തിൻ്റെ പ്രധാന പ്രത്യേകത പാപമോചനമാണ്. യേശു ഇവിടെ പാപം മോചിക്കാനുള്ള തൻ്റെ ദൈവിക അധികാരം പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെയാണ് പാപമോചനം ലഭ്യമാവുക. യേശുവിൻ്റെ രക്ഷാകര മരണം തിരുസഭയിലൂടെയും യേശു ശിഷ്യരിലൂടെയും പാപമോചനം സംലഭ്യമാക്കുന്നു. മഹാപുരോഹിതനായ യേശു പാപമോചന അധികാരം തൻ്റെ 12 ശിഷ്യന്മാർക്കും അവരിലൂടെ തിരുസഭയ്ക്കും നൽകി. നിയമജ്ഞരിൽ നിന്നാണ് യേശു ആദ്യത്തെ എതിർപ്പ് നേരിടുന്നത്. യഹൂദരുടെ ഇടയിലെ ദൈവശാസ്ത്രജ്ഞരും ബൈബിൾ പണ്ഡിതരുമായിരുന്നു സ്ക്രൈബ്സ് അഥവാ നിയമജ്ഞർ. വിശുദ്ധ ഗ്രന്ഥം പകർത്തിയെഴുതുന്ന ഇവർ വിദ്യാസമ്പന്നരായിരുന്നു. ഇസ്രായേലിൻ്റെ പൊതുജീവിത നിയമം
വിശുദ്ധ ഗ്രന്ഥമായിരുന്നതിനാൽ ഇവർ നിയമവ്യാഖ്യാനത്തിൽ അഭിഭാഷകരായിരുന്നു. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രസ്താവന ദൈവദൂഷണമായിട്ടാണ് നിയമജ്ഞർ മനസ്സിലാക്കിയത്. കാരണം ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുള്ളൂ. ഇസ്രായേലിൽ പുരോഹിതന്മാർക്ക് പാപമോചനാധികാരം ഉണ്ടായിരുന്നില്ല. മിശിഹായിക്ക് പോലും പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. യേശുവിൻ്റെ പാപമോചന പ്രഖ്യാപനം ദൈവിക അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് നിയമജ്ഞർ മനസ്സിലാക്കിയത്. ദൈവപുത്രനും മനുഷ്യപുത്രനും പ്രധാന പുരോഹിതനും മിശിഹായുമായിരുന്ന യേശു ക്രിസ്തു ദൈവിക അധികാരമുള്ളവനാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. മർക്കോസ് സുവിശേഷകൻ്റെ ആദ്യ വാചകം യേശുവിനെ ദൈവപുത്രനായി അവതരിപ്പിക്കുന്നു. മർക്കോസ് 15-ാം അധ്യായം 39-ാം തിരുവചനം. യേശു ദൈവപുത്രനാണെന്നുള്ള ശതാധിപൻ്റെ ഏറ്റുപറച്ചിലിനോട് കൂടിയാണ് സുവിശേഷം അവസാനിക്കുന്നത്. മാമോദീസ വേളയിലും രൂപാന്തരീകരണ വേളയിലും ദൈവപിതാവ് തന്നെ യേശുവിൻ്റെ ദൈവപുത്രത്വം ഏറ്റുപറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുവചനം. മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വത്തോടുകൂടി വരുമ്പോൾ എന്ന പരാമർശം മനുഷ്യപുത്രനായിരിക്കവേ തന്നെ യേശു ദൈവപുത്രനാണ് എന്ന് സമർത്ഥിക്കുന്നു. മർക്കോസ് 2-ാം അധ്യായം 10-ാം തിരുവചനം. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. പാപമോചനാധികാരമുള്ള മനുഷ്യപുത്രനാണ് യേശു എന്നതിന് തെളിവാണ് തളർവാദ രോഗിയുടെ സൗഖ്യം. ദൈവദൂഷണ കുറ്റം യേശുവിൽ ആരോപിച്ച നിയമജ്ഞരുടെ ഹൃദയവിചാരങ്ങൾക്കുള്ള മറുപടിയാണ് ഈ അത്ഭുതം. യേശു ഹൃദയങ്ങൾ ശോധന ചെയ്യുന്ന ദൈവമാണ്. മനുഷ്യപുത്രൻ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ സൂചിപ്പിക്കുന്ന സംജ്ഞയാണ്. പാപം ക്ഷമിക്കുക മിശിഹായുടെ രക്ഷകന്റെ ധർമ്മമാണ്. ക്രിസ്തുവും ദൈവപുത്രനുമായ യേശു മനുഷ്യപുത്രനാണ്. മർക്കോസിൻ്റെ വീക്ഷണത്തിൽ ക്രിസ്തു സഹിക്കുന്ന മരിക്കുന്ന ദൈവപുത്രനാണ്. കുരിശിൽ പീഡ അനുഭവിക്കുന്ന യേശുവിനെ ദൈവപുത്രൻ എന്നാണ് ശതാധിപൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നത്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു എന്നത് പുരോഹിത ധർമ്മത്തെ വിശദീകരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം തിരുവചനം. പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ യേശു മെസ്സിഹായാണെന്ന സത്യം ഏറ്റുപറയുന്നു. മർക്കോസ് 14-ാം അധ്യായം 61-62 തിരുവചനങ്ങളിൽ താൻ മെസ്സിഹായാണെന്ന സത്യം യേശു തന്നെ ഏറ്റുപറയുന്നു. യേശു പാപം ക്ഷമിക്കുന്ന മെസ്സിഹായും രക്ഷകനുമാണ്. ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി മനുഷ്യാവതാരം ചെയ്ത യേശുവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയാണ് പാപമോചനം. പാപമോചനം ദൈവത്തോടുള്ള അനുരഞ്ജനമാണ്. രക്ഷയിലേക്കുള്ള പുനഃപ്രവേശനമാണ്. യേശുവിൽ പൂർണ്ണമാകുന്ന രക്ഷാകര യുഗത്തിൻ്റെ പ്രധാന പ്രത്യേകത പാപമോചനമാണ്. യേശുവിൻ്റെ രക്ഷാകര പാപപരിഹാര ബലി തിരുസഭയിലൂടെയും യേശു ശിഷ്യരിലൂടെയും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലുള്ള പങ്കുചേരൽ വഴി പാപമോചന ശുശ്രൂഷ തുടരുന്നു. കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറത്തേക്ക് പോയ തളർവാദ രോഗിയെ കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ദൈവത്തിൻ്റെ പ്രവർത്തനമോ വെളിപാടോ ദൃശ്യമാകുന്ന സ്വാഭാവികമോ അതിസ്വാഭാവികമോ ആയ സംഭവങ്ങളെയാണ് വിശുദ്ധ ഗ്രന്ഥം അത്ഭുതം എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തനമോ വെളിപാടോ ദൃശ്യമാകുന്ന സ്വാഭാവികമോ അതിസ്വാഭാവികമോ ആയ സംഭവങ്ങളെയാണ് വിശുദ്ധ ഗ്രന്ഥം അത്ഭുതം എന്ന് വിളിക്കുന്നത്. അടയാളം
ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇടപെടൽ എന്നീ പദങ്ങളും അത്ഭുതത്തെ സൂചിപ്പിക്കുവാൻ വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 62-ാം തിരുവചനം, ദൈവത്തിൻ്റെ ശക്തി. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന, പാപമോചന അധികാരം വെളിപ്പെടുത്തുന്ന സൗഖ്യദായക അത്ഭുതമാണ്. അത്ഭുതങ്ങൾ പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ്. അത്ഭുതത്തെക്കാൾ യേശു പ്രാധാന്യം നൽകിയിരിക്കുന്നത് വിശ്വാസത്തിനാണ്. യേശു നൽകിയ ആത്മീയ സൗഖ്യത്തിൻ്റെ, പാപമോചനത്തിൻ്റെ അടയാളമായിരുന്നു തളർവാദ രോഗിക്ക് ലഭിച്ച ശാരീരികമായ സൗഖ്യം. ദൈവത്തിന് മാത്രമുള്ള പാപമോചന അധികാരം തനിക്കുള്ളതായി യേശു അവകാശപ്പെടുന്നതിനെ ദൈവദൂഷണമായാണ് യേശുവിൻ്റെ പ്രതിയോഗികളായിരുന്ന നിയമജ്ഞർ മനസ്സിലാക്കിയത്. ഇസ്രായേൽക്കാരുടെ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായിരുന്നു ദൈവദൂഷണം. യേശുവിൻ്റെ വിചാരണ വേളയിലും ഈ ആരോപണം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന് മാത്രമാണ് ഈ മനുഷ്യൻ്റെ ഹൃദയരഹസ്യങ്ങൾ അറിയാവുന്നത്. നിയമജ്ഞരുടെ രഹസ്യചിന്തകൾ യേശു വെളിപ്പെടുത്തുന്നു. തളർവാദ രോഗിയുടെ പാപാവസ്ഥ മനസ്സിലാക്കുന്നു. ഇവ യേശു ദൈവമാണെന്ന് വിളിച്ചു പറയുന്നു. ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? നിയമജ്ഞരെ കുഴയ്ക്കുന്ന ചോദ്യം. പാപമോചനം ആത്മീയ സൗഖ്യമാണ്. പരിശോധിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ബാഹ്യമായതല്ല, ആന്തരികമാണ്. ശാരീരിക സൗഖ്യം ബാഹ്യമായതാണ്, എളുപ്പം മനസ്സിലാക്കാനാവും. യേശു ഇവിടെ ആന്തരിക സൗഖ്യത്തിൻ്റെ ദൃശ്യമായ പ്രകടനമെന്ന വണ്ണം ശാരീരിക സൗഖ്യം നൽകി ജനക്കൂട്ടത്തെ വിസ്മയിപ്പിക്കുകയും നിയമജ്ഞരുടെ വായ് അടയ്ക്കുകയും തൻ്റെ ദൈവത്വം ഏറ്റുപറയുകയും ചെയ്യുന്നു. സൗഖ്യം നൽകാനും പാപം മോചിക്കാനുമുള്ള ദൈവിക ശക്തി യേശുവിൻ്റെ ദൈവിക അധികാരത്തെയും ദൈവത്വത്തെയും സൂചിപ്പിക്കുന്നു. യേശു തൻ്റെ ദൈവിക അധികാരം വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വിശേഷണമാണ് മനുഷ്യപുത്രൻ എന്നത്. മനുഷ്യകുലവുമായുള്ള ഐക്യദാർഢ്യം ഊന്നി പറയുന്ന മനുഷ്യപുത്രൻ എന്ന വിശേഷണം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സമകാലികർക്ക് പോലും ദുർഗ്രഹമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 34-ാം തിരുവചനം, ആരാണ് ഈ മനുഷ്യപുത്രൻ? പാപം മോചിക്കാനും ശാപത്തിനെ ഭരിക്കാനും മനുഷ്യരെ വിധിക്കാനും അധികാരമുള്ള മനുഷ്യപുത്രൻ മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ്. ദൈവപുത്രനായ യേശു മിശിഹായുടെ ദൗത്യത്തെ ദ്യോതിപ്പിക്കുന്ന വിശേഷണമാണ് മനുഷ്യപുത്രൻ എന്നത്. കിടക്കയെടുത്ത് തളർവാദ രോഗി നടക്കുന്നത് കണ്ട ജനക്കൂട്ടം ആശ്ചര്യപ്പെട്ടു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. വിസ്മയവും ആശ്ചര്യവും ദൈവിക പ്രവൃത്തിക്ക് നേരെയുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ്. അനിതര സാധാരണമായത് സംഭവിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സൃഷ്ടാവിൻ്റെ മഹത്വമാണെന്ന് മനസ്സിലാക്കുന്ന വിശ്വാസിക്ക് മാത്രമേ ദൈവത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്താനാവുകയുള്ളൂ. ഹബക്കുക്ക് 2-ാം അധ്യായം 14-ാം തിരുവചനം, ദൈവമഹത്വം എന്നത് ദൈവത്തെ പറ്റിയുള്ള അറിവാണ്, ദൈവത്തെ അംഗീകരിക്കലാണ്. ദൈവമഹത്വത്തെ പറ്റിയുള്ള അറിവ് കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 19-ാം അധ്യായം 2-ാം തിരുവചനവും 96-ാം അധ്യായം 3-ാം തിരുവചനവും ആകാശം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു. ദൈവത്തിന് മഹത്വം നൽകുക എന്നത് അവിടുത്തെ ശക്തിയെ അംഗീകരിക്കലാണ്. പുതിയ നിയമത്തിൽ യേശു
ദൈവത്തിൻ്റെ മഹത്വമാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം, യേശു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം തിരുവചനം, മനുഷ്യാവതാരം ചെയ്ത മനുഷ്യപുത്രനായ ദൈവപുത്രൻ്റെ മഹത്വം ആട്ടിടയന്മാർ ദർശിച്ചു. അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ശിഷ്യർ യേശുവിൻ്റെ മഹത്വം ദർശിച്ചു. മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും പ്രാഭവവുമാണ് ദൈവമഹത്വം. പുതിയ നിയമത്തിൽ ദൈവം ക്രിസ്തു വഴി മഹത്വപ്പെടുന്നു. ദൈവവുമായി ക്രിസ്തുവിലുള്ള അനുരഞ്ജനം വഴി അവിടുത്തെ മഹത്വത്തിൽ ഓരോ ക്രിസ്ത്യാനിയും പങ്കുപറ്റുന്നു. അടയാളങ്ങളിലൂടെയുള്ള വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്തീയ ആരാധന. ദൈവമഹത്വ ദർശനവും ദൈവത്തെ മഹത്വപ്പെടുത്തലുമാണ് ക്രിസ്തീയ ആരാധന. ദൈവമഹത്വത്തിൽ വിസ്മയം പൂണ്ടവരും ആശ്ചര്യപ്പെട്ടവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.